ധൈര്യത്തോടെ കയറി ചെന്ന് ആ ഫ്ലാറ്റിൻ്റെ വാതിൽ മുട്ടുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതിനുള്ളിൽ തന്നെ ഉണ്ടെന്ന്. അല്പനേരം കഴിഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു. ആലസ്യം നിറഞ്ഞ മുഖവുമായി തുറന്നത് എൻ്റെ കൂട്ടുകാരിയായിരുന്നു. അതോടെ അവളെ തല്ലി മാറ്റി അകത്തേക്ക് കയറിയപ്പോൾ ബെഡ്റൂമിൽ പൂർണ്ണ നഗ്നായി കിടക്കുന്നുണ്ടായിരുന്നു അയാൾ. 3 മാസങ്ങൾക്ക് മുൻപാണ് ലിനി തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അമൃതയും ഭർത്താവും മുകേഷും മകൾ ചിന്നുവും സന്തോഷത്തോടെയാണ് ആ വലിയ മഹാനഗരത്തിൽ കഴിഞ്ഞത്. മുകേഷ് വലിയൊരു കമ്പനിയിലെ HR മാനേജറായിരുന്നു. അമൃത BEd കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും മകൾ ചെറുതായതുകൊണ്ട് ഉടനെ ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് വയ്ക്കുകയായിരുന്നു. അവൾക്ക് വെറും 1.5 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. മുലകുടി മാറാത്ത പ്രായം. അവളൊന്ന് വലുതായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് കരുതി. മുകേഷിന് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ തന്നെ അവർ മുന്നോട്ട് പോയി. എന്നാൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അമൃതയുടെ തന്നെ പഴയൊരു കൂട്ടുകാരിയെ ആ നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴാണ്. അതുവരെ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ലിനി. ലിനിയും അമൃതയും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. +2 കഴിഞ്ഞപ്പോൾ രണ്ടുപേരും 2 സ്കൂളിലേക്ക് പോയി. വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ സൗഹൃദവുമായിരുന്നില്ല. എന്നാൽ മറ്റൊരു നഗരത്തിൽ വെച്ച് പരിചയമുള്ള ഒരാളിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു രണ്ടുപേരിലും. പതിയെ അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് രൂപപ്പെട്ടു. ഇടയ്ക്ക് അമൃതയുടെ വീട്ടിലേക്ക് ലിനി വന്നു. അവിടെ വെച്ചാണ് ലിനി തൻ്റെ കഥ മുഴുവൻ അമൃതയോട് പറയുന്നത്. വീട്ടുകാർ കണ്ടുപിടിച്ചൊരു ബന്ധമാണ് അവളെ ഈ നിലയിലാക്കിയത്. മുഴുകുടിയനായിരുന്നു അവളുടെ ഭർത്താവ് സ്റ്റീഫൻ. അതുമാത്രമല്ല പരസ്ത്രീ ബന്ധവും. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ലിനിയായിട്ട് തന്നെ അയാളുടെ ജീവിതത്തിൽ നിന്ന് പോന്നു. എന്നാൽ ലിനിയുടെ വീട്ടുകാർ അവൾക്ക് സപ്പോർട്ടായിരുന്നില്ല. എന്തു തന്നെ വന്നാലും ഭർത്താവിനെ ധിക്കരിച്ചു വന്നത് തെറ്റായി പോയി എന്നായിരുന്നു അവരുടെ പക്ഷം. എല്ലാം സഹിച്ച് അവിടെ നിൽക്കണമായിരുന്നു അത്രേ. ഇതെല്ലാം കേട്ടപ്പോൾ അമൃതയ്ക്ക് ലിനിയോട് വല്ലാത്ത സഹതാപം തോന്നി. തൻ്റെ കാര്യങ്ങൾ ഭർത്താവും വീട്ടുകാരും എല്ലാം സപ്പോർട്ടാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ഒന്നും കിട്ടില്ലെന്ന് അവൾക്ക് അന്നേരം മനസ്സിലായി. അവളുടെ കഥ മുകേഷിനെ പറഞ്ഞ് മനസ്സിലാക്കിയതും അമൃത തന്നെയായിരുന്നു. മുകേഷിൻ്റെ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നപ്പോൾ അമൃത അയാളെ കൊണ്ട് ലിനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യിപ്പിച്ചു. ഒടുവിൽ ലിനിക്ക് തന്നെ ആ ജോലി കിട്ടുകയും ചെയ്തു. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് അമൃത ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ലിനി ഇപ്പോൾ തന്നെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മുകേഷിനെയാണ് വിളിക്കുന്നത്. അത് വല്ലാത്തൊരു അധികാരത്തോടെ. ആദ്യമൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആകുമെന്ന് കരുതി അത് കൂടുതൽ മൈൻഡ് ചെയ്യാൻ പോയില്ല അമൃത. എന്നാൽ പിന്നീട് തൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ ഒഴിവാക്കി പോലും ലിനിയുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ മുകേഷ് ഓടുന്നത് കണ്ടപ്പോഴാണ് അവൾക്കത് കൈവിട്ടു പോയെന്ന് മനസ്സിലാകുന്നത്. അതോടെ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയ അമൃത രാത്രിയിൽ പലതവണയായി വരുന്ന കോളുകളിൽ ഏറെക്കുറെ ലിനിയുടേതാണെന്ന് അവൾ മനസ്സിലാക്കി. അയാൾക്ക് വരുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ തന്നെ അയാൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് എന്നും അവൾ അറിഞ്ഞു. ഒരിക്കൽ അങ്ങനെ അബദ്ധത്തിൽ കണ്ടതാണ്. നാളെ രാത്രി ഫ്ലാറ്റിലേക്ക് വരാമെന്നുള്ളത്. അറിഞ്ഞ ഭാവം നടിക്കാതെ അമൃത നിന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ. പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകുമ്പോൾ തന്നെ തനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നും മറ്റേനാളെ ഇനി എത്തുമെന്നും മുകേഷ് പറഞ്ഞു. യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ അമൃത അയാളെ യാത്ര അയച്ചു. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് കൃത്യമായി അവൾക്ക് അറിയാമായിരുന്നു. മുകേഷിൻ്റെ ഓഫീസിലുള്ള ഒരു സ്ത്രീ വഴി അവർ രണ്ടുപേരും ഹാഫ് ഡേ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഒപ്പം ആ സ്ത്രീ അവരുടെ രണ്ടുപേരുടെയും വഴിവിട്ട പോക്കിനെക്കുറിച്ച് അവളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതോടെ ഇത് തൻ്റെ മാത്രം സംശയമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ രണ്ടുപേരുടെയും വീട്ടിലേക്ക് വിളിച്ച് അവരോട് എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞു. ഒപ്പം ലിനിയുടെ വീട്ടിലെ വിവരം അറിയിച്ചിരുന്നു. അവരെല്ലാവരും ചേർന്ന് അപ്പോൾ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. വൈകുന്നേരമായപ്പോഴേക്കും എത്തുകയും ചെയ്തു. എല്ലാവരുടെയും കൂട്ടി നേരത്തെ പോയത് ഫ്ലാറ്റിലേക്കായിരുന്നു. വാതിൽ മുട്ടി കാത്തിരുന്നപ്പോഴാണ് എല്ലാവരുടെയും മുന്നിലേക്ക് അവൾ വാതിൽ തുറന്നിറങ്ങിയത്. അതോടെ അകത്തേക്ക് കയറിയപ്പോൾ അയാളെ നൂൽ ബന്ധമില്ലാതെ കാണുകയും ചെയ്തു. സങ്കടത്തിനേക്കാൾ ഉപരി എനിക്കൊരു തരം ദേഷ്യമാണ് തോന്നിയത്. അതും എന്നോട് തന്നെ. അനാവശ്യമായി ഞാൻ തന്നെയാണ് പുറത്തുള്ളവരെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയത്. പക്ഷേ അങ്ങനെ ഒരാളെ വലിച്ചു കയറ്റിയെന്ന് കരുതി ഇതുപോലെയൊന്നും ഒരു ഭർത്താവും ചെയ്യില്ലല്ലോ. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് തന്നെയാണ്. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. വീട്ടുകാരെല്ലാവരും പറഞ്ഞ് ഡിവോഴ്സിന് കൊടുത്തു. അപ്പോഴാണ് അറിഞ്ഞത് ലിനിയുടെ ഭർത്താവിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അയാളുടെ സ്വഭാവ ദൂഷ്യം കാരണം അയാൾ ഒഴിവാക്കുകയായിരുന്നു എന്നവളെ. എന്തായാലും ഒരു ദാമ്പത്യ ജീവിതം അവിടെ അവസാനിച്ചു. കുഞ്ഞെൻ്റെ കൂടെയുണ്ട്. നാട്ടിലെ സ്കൂളിൽ തന്നെ ഇപ്പോൾ ഡെയിലി വേജസിന് ജോലിക്ക് പോവുകയാണ്. ഇതിനിടയിൽ എൻ്റെ ഷെയർ വിറ്റ് എനിക്കൊരു സ്കൂളിൽ സ്ഥിരമായി നിയമനം വാങ്ങിത്തരാമെന്ന് ഡാഡി പറഞ്ഞിരുന്നു. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെ ചതിച്ച് മുകേഷ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വന്നു എന്നും ആകെ തകർന്നു എന്നും എല്ലാം കേട്ടു. പക്ഷേ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. അല്ലെങ്കിലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. പറ്റിയൊരു പങ്കാളിയെ കിട്ടിയാൽ ജീവിതവും കെട്ടിപ്പടുക്കണം. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്